കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസണിനെ അടിസ്ഥാനമാക്കിയുള്ള പുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ അരങ്ങേറ്റ സീസണിലെ പിന്നാമ്പുറ കഥകളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ക്ലബിൻ്റെ മുൻ ജനറൽ മാനേജർ വീരേൻ ഡി സിൽവയുടെ ആദ്യ പുസ്തകം ദ ഫസ്റ്റ് സീസൺ എന്ന പേരിലാണ് പുറത്തിറങ്ങിയത്. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറ കഥകളുമാണ് ജനറൽ മാനേജറായിരുന്ന വീരേൻ ഡി സിൽവ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിച്ചത് മുതൽ ടീമിനെ ഒരുക്കുന്നതും പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതും പുതിയ ലീഗിൻ്റെ ആവേശവും അനിശ്ചിതത്വവും നേരിട്ടതുമെല്ലാം ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. താരങ്ങൾ, പരിശീലകർ, ജീവനക്കാർ, ഉടമകൾ, ആരാധകർ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ പുതിയ ഫ്രാഞ്ചൈസി കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തിൻ്റെ കേന്ദ്രമായി മാറിയതിൻ്റെ കഥയും പുസ്തകം പറയുന്നു. പിന്നീട് ഇന്ത്യൻ കായികരംഗത്തെ ഏറ്റവും ആവേശമുള്ള ആരാധക കൂട്ടായ്മയായ ദ യെല്ലോ ആർമിയെക്കുറിച്ചും പുസ്തകം പറയുന്നുണ്ട്. മന്നപ്പടയുടെ രൂപീകരണവും പുസ്തകത്തിൽ ഓഥർ പ്രതിപാദിക്കുന്നുണ്ട്. ഫുട്ബോളിനപ്പുറം ഒരു ആശയത്തെ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെയും ഒരു ടീമിനെ കൂട്ടായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൻ്റെയും കഥ കൂടിയാണ് ദ ഫസ്റ്റ് സീസൺ എന്ന പുസ്തകം. ആദ്യകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നുവെന്നും അതിൻ്റെ തുടക്കകാല അനുഭവങ്ങളാണ് പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ്, മീഡിയ റൈറ്റ്സ്, മാർക്കറ്റിംഗ്, ഫ്രാഞ്ചൈസി മാനേജ്മെൻറ്റ് മേഖലകളിൽ 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടുള്ള വീരേൻ ഡി സിൽവ ഗുഡ് ഫ്ലിപ്പിൻ ബർഗേഴ്സ് എന്ന ബർഗർ ബ്രാൻഡിൻ്റെ സഹസ്ഥാപകനുമാണ്. തീർച്ചയായും വളരെ മനോഹരമായ അനുഭവങ്ങൾ തരുന്ന പുസ്തകം നിങ്ങളും വായിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. താങ്ക് യു.